ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ സ്നാക്സ് ഉണ്ടാക്കാനാണ്. അത് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ബ്രെഡ് പൊട്ടറ്റോയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ ട്വിൻ സിസ്റ്ററിന്റെ മദറിൻലോ പാലായി വീട്ടിൽ ചെന്നപ്പോഴത്തേനും ഉണ്ടാക്കി തന്ന അങ്ങനെയാണ് മമ്മിയാണ് പറഞ്ഞു തന്നത്. അപ്പൊ താങ്ക് യു ലിസ മമ്മി ഈ റെസിപ്പി പറഞ്ഞു തന്നതിന്. എന്തായാലും ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. സ്പെഷ്യലി ഈ നോമ്പ് കാലത്ത് നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് സവോള, അത് കൊത്തിയരിഞ്ഞ് തന്നെ വേണം എടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, അത് എരിവനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക, അതും കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ കരിവേപ്പില, അത് ചുമ്മാതെ മുറിച്ചിട്ടാൽ മതി. പിന്നെ ബ്രെഡ് വേണം. ഇനി മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് എന്താ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഇത് പുഴുങ്ങി വെച്ചാണ്, ഉപ്പില്ലാതെ പുഴുങ്ങി എടുത്തതാണിത്. ഇത് നന്നായിട്ടൊന്ന് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മിക്സർ യൂസ് ചെയ്യരുത്. ഇതിൽ മിക്സർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടറ്റോ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ ചെയ്യാതെ ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ചൂടോടുകൂടി തന്നെ തൊലി മാറ്റിയ ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ചൂടാണല്ലോ, എന്നാൽ തണുത്ത വെള്ളത്തിൽ ഇട്ടേക്കാം. അങ്ങനെ ഓർത്ത് ഐസ് വാട്ടറിലൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഈ പൊട്ടറ്റോ ടേസ്റ്റ് മാറിപ്പോകുന്നത്. നമുക്ക് ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ വെള്ളം ഒത്തിരിയാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ വെച്ച പാത്രത്തിൽ തന്നെ ഒന്ന് വെച്ചാൽ വെള്ളം ഒന്ന് പറ്റിച്ച്, തീയെ വെച്ച് വെള്ളം ഒന്ന് പറ്റിച്ചെടുത്ത ശേഷം ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇത് പൊടിച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു പാൻ സ്റ്റൗവേ വെച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും പച്ചമുളകും കരിവേപ്പിലയും ഈ ഉള്ളി കൊത്തി അരിഞ്ഞിരിക്കുന്ന ഉള്ളി ഇതെല്ലാം കൂടെ കൂട്ടി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിയ ശേഷം വേണം നമ്മളതിലേക്ക് പൊട്ടറ്റോ ഇടാനായിട്ട്. പൊട്ടറ്റോയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ. അപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാൻ നമ്മൾ ഒരു കാരണവശാലും മറക്കരുത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇച്ചിരി ആ പച്ചച്ചവ പോയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇല്ലെങ്കിൽ നമ്മൾ അത് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കത്തില്ല. നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ, അതിൻ്റെ പച്ചച്ചവ മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡിനകത്തുള്ള ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം വലിയൊരു പൊട്ടറ്റോ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ പൊട്ടറ്റോയ്ക്കൊരു വലിയ സവോളയാണ് കൊത്തി അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതുപോലെ ആവശ്യത്തിനുള്ള ബ്രെഡിൻ്റെ പീസസ് നമുക്കെടുത്ത് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ 4 സൈഡ് മുറിച്ച് കളയണം. ആ സൈഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബോളാക്കി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പം ബ്രെഡെല്ലാം ഇങ്ങനെ മുറിച്ചെടുത്ത് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നല്ല വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ മുക്കി ഓരോ പീസ് ബ്രെഡും എടുത്ത് വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കണം. ഇതുപോലെ വെള്ളത്തിലേക്ക് ഇടുക. പെട്ടെന്ന് വെള്ളം അബ്സോർവ് ചെയ്തോളും. അതിനുശേഷം നമ്മൾ 2 കൈയും വെച്ചിട്ട് ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ബ്രെഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ വെള്ളം മുഴുവനുമായിട്ട് നമുക്ക് സ്ക്യൂസ് ചെയ്ത് കളയാം. ഇതുപോലെ ഓരോ പീസായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാം വെള്ളത്തിൽ മുക്കിയെടുത്ത് മാറ്റി വെക്കരുത്. ഒരെണ്ണം ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന്, ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് ഈ പൊട്ടറ്റോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അത് കവർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എല്ലായിടവും കവറായെന്ന് നോക്കണം. ഇല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്.
നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമ്മളിതേ രീതിയിൽ ചെയ്ത് ഫില്ല് ചെയ്ത് ഇതുപോലെ ബോളുകളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്ത് വെച്ചെന്നോർത്ത് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി വെക്കുന്ന ആ രീതിയിൽ തന്നെ ഇതും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തലേദിവസം രാത്രി ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം അല്ലെങ്കിൽ മോർണിംഗ് ഉണ്ടാക്കി വെച്ച് ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ എളുപ്പമാണിത്. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീരെ ലോ ഫ്ലെയിമിലും ഒത്തിരി ഹൈ ഫ്ലെയിമിലും വെക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിത് വറുത്തെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഓൾറെഡി അകത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് വേണ്ട കാര്യമില്ല. ഈ ബ്രെഡ് ഒന്ന് നല്ല മൊരിഞ്ഞ് വരാനായിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടും. ഇതുപോലെ 2-3 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കി കിട്ടും. ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് അത് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വേറൊരു ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.